കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹായ് വേലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാനഡയിലെ ഗോഡ്രിച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓരോ ട്രിപ്പും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 ദിവസം ഫാമിലിയുടെ കൂടെ വീട്ടിൽ കാണുമല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ കാനഡയിലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഫാമിലി ടൈം അങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് ഉദ്ദേശിച്ചു. പ്രത്യേകിച്ച് ടൊറൻറ്റോ ഏരിയയിൽ ഉള്ളവർക്ക് ഇപ്പം ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല സ്ഥലങ്ങളും നമ്മൾ പോകുന്നതിനനുസരിച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്കും പരിചയപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ ഗോഡ്രിച്ച് എന്നൊരു ചെറിയ ടൗൺഷിപ്പും ബീച്ചുകളുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഗോഡ്രിച്ചിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഗോഡ്രിച്ചിനെ കുറിച്ച് നമ്മളിങ്ങനെ എന്റെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു സൺസെറ്റ് കാണാൻ പറ്റുന്ന ബീച്ചുകളിൽ ഒരു അടിപൊളി ബീച്ചാണ്. സതാംപ്ടൺ നമ്മൾ കഴിഞ്ഞ സമ്മറിന് പോയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഒരു ബീച്ചാണ്. അവിടെ സൺസെറ്റ് കാണാൻ പോയായിരുന്നു. അത് അടിപൊളി. നമ്മൾ കൈറ്റൊക്കെ പറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇതും അതേ ലെയിനിലുള്ളതാണ്, പക്ഷെ കുറച്ചുകൂടെ ദൂരം പോകണം. ഈ ഗോഡ്രിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറയുന്നത് പ്രെറ്റിയസ്റ്റ് ടൗൺ ഇൻ ഒണ്ടാരിയോ എന്നാ. അത് മിത്താണോ എന്നൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ ക്യൂൻ എലിസബത്ത് II ആണ് ഈ പേരിട്ടതെന്ന് പറയുന്നത്. പക്ഷെ ഹിസ്റ്ററി ഒന്നും കാണിക്കുന്നില്ല ക്യൂൻ എലിസബത്ത് വിസിറ്റ് ചെയ്തതായിട്ട്. പക്ഷെ നല്ല പ്രിറ്റിയസ്റ്റ് ടൗൺ ഓഫ് ഒണ്ടാരിയോ എന്നാണ് കാണിക്കുന്നത്. പിന്നെ നാഷണൽ ജോഗ്രഫിയിലൊക്കെ ഇതിന്റെ സൺസെറ്റിന്റെ പടം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്തായാലും നോക്കാം സൺസെറ്റ് അവിടുത്തെ അത്രയ്ക്ക് അടിപൊളിയാണോ എന്ന്. ഒരു ചെറിയ ഒന്ന് നല്ല ബീച്ച്, പിന്നെ ഒരു ഒരു ലൈറ്റ് ഹൗസ്, അങ്ങനെ ഒരു അടിപൊളി ടൗൺ ആണ്. പിന്നെ വേറൊരു സംഭവം അതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ കാനഡയിലേക്കും ഏറ്റവും ലാർജസ്റ്റ് സോൾട്ടില്ലേ നമ്മുടെ ഉപ്പ്, റോഡ് സോൾട്ട്, അതിന്റെ മൈൻ അവിടെ. എനിക്ക് വലിയ ജനറൽ നോളജ് ഒന്നുമില്ല. എന്റെ അറിവില് ഞാൻ വിചാരിച്ചിരുന്നു ഉപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ സോൾട്ട് വാട്ടർ പറ്റിച്ച് മാത്രമാണ്. അങ്ങനല്ല, ഇതിപ്പോ പാറയെന്ന് ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാണ്. നമ്മുടെ CN ടവറിന്റെ പൊക്കത്തിലോളം താഴോട്ട്, മുകളിലോട്ടല്ല, ഭൂമിക്കടിയിലേക്ക് മൈനും പോലെ ഉണ്ട്. അതായത് നമ്മള് ഈ പോകുന്ന ഗോഡ്രിച്ച് അവിടെ ടൗണില് ഈ സോൾട്ട് മൈൻ, നമ്മൾ അവിടെ ചെന്ന ഒരു 2 ബിൽഡിംഗ്, ഒരു 3 ബിൽഡിംഗേ കാണത്തുള്ളൂ. പക്ഷെ കളി മുഴുവൻ അണ്ടർഗ്രൗണ്ടാ. അതെങ്ങനെയാ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, എന്റെ കൂടെ ചാപ്മൻസി വർക്ക് ചെയ്യുന്ന കൈൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, കൈൽ എലിയറ്റ്. അവന്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവൻ അതിന്റെ വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയ മൈൻ ആയതുകൊണ്ട് നമുക്ക് കയറി കാണാനൊന്നും പറ്റത്തില്ല. നമ്മുടെ CN ടവറിനെക്കാളും ആഴ്ത്തി താഴോട്ടുണ്ട് മൈൻ, താഴോട്ട് സോൾട്ട്. അതായത് നമ്മുടെ റോഡിലിടുന്ന സോൾട്ട് മുഴുവൻ അവിടെ നിന്നാണ്. അതായത് മഞ്ഞകാലത്ത് റോഡില് സോൾട്ട് ഇടുന്നത് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അവിടുത്തെ സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഇൻഫർമേഷൻ ഗോഡ്രിച്ചിനെ കുറിച്ച്. പിന്നെ നല്ലൊരു റൈഡ്, സൺസെറ്റ് കാണാം എന്നൊക്കെ കണ്ടാണ് നമ്മൾ പോണേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഗ്രേ കൗണ്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ വീടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഫ്ലഷർട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വേണ്ട അത്യാവശ്യം പെട്രോളെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ നേരെ ഗോഡ്രിച്ചിലേക്ക് വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഒണ്ടാറിയോയിലെ ചെറിയ കൺട്രി സൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇച്ചിരി ഉള്ളിലേക്ക് കയറിയ ടൗണിൻ്റെ, ടൊറൻറ്റോ എന്ന് പറയുന്ന ആ ഒരു വലിയ സിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇതുപോലത്തെ ഇതേണ്ട ചുറ്റുംപുറവും കൃഷി സ്ഥലങ്ങളും പരിപാടികളൊക്കെ ആയിട്ടുള്ള കൺട്രി സൈഡിൽ കൂടെയാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവഴിയുള്ളൊരു ചെറിയ യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഹിസ്റ്ററിക്കകത്ത് നോക്കുമ്പോൾ ക്യൂൻ എലിസബത്ത് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അത് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നിന്നോട് ആരാ പറഞ്ഞത്? ഇതിനകത്തൊക്കെ ഉണ്ട്, വിക്കിപീഡിയ, എൻസൈക്ലോപീഡിയ വിക്കിപീഡിയക്കകത്തുണ്ട്. വിക്കിപീഡിയ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഹിസ്റ്ററി കാണിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. ആര് പറയുന്നു? അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇവരാ ഇട്ടെന്നും പറയുന്നുണ്ട്, അവര് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. കൊള്ളതാണോ?
ഓക്കെ. പിന്നെ അവര് വരാതെ പിന്നെ എങ്ങനെയായിരിക്കും ഇട്ടത്? അവരവിടെ ഇരുന്ന് മാപ്പി നോക്കിയിട്ടതായിരിക്കും, എനിക്കറിയാമോ, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതോടൊപ്പം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ക്വീൻ എലിസബത്ത് ആണ് നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ടിന്റെ ഒക്കെ UK ഒക്കെ അറിയാമല്ലോ. ഐ മീൻ മരണത്തിന് മുമ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ UK ഭാഗമായിട്ടുള്ള സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം പല സിറ്റികളുടെയും ടൗണുകളുടെയും പേരുകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ഇപ്പം കാനഡ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഈ പറയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പേരുകളും അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ പറയുന്ന പോലെ അതിന് ഉദാഹരണമാണ് ലണ്ടൻ. നമുക്കിവിടെ ലണ്ടൻ, ഒന്റാറിയോ കാനഡയിലും ഉണ്ട്. ലണ്ടൻ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അങ്ങനെ അപ്പൊ ചിലപ്പോ അവര് പുള്ളിക്കാരി അങ്ങനെയുണ്ട്. അപ്പൊ പുള്ളിക്കാരി ചിലപ്പോ ഒരു മാപ്പി നോക്കി കുറെ ഈ സ്ഥലത്തിന് ഈ പേരിട്ടോ, ഈ സ്ഥലത്തിന് ഈ പേരിട്ടോ, അങ്ങനെയാണോ? ഈ നമ്മുടെ ഗ്രേ കൗണ്ടിയിൽ തന്നെ ഉണ്ടല്ലോ ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ കുറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, ഏക്കറേജോളം സ്ഥലങ്ങള്. അതായത് ക്യൂനിന്റെ പേരിൽ ആ സ്ഥലങ്ങള്. അപ്പം അവിടെ കയറിയാണ് ഈ ആൾക്കാരൊക്കെ ഈ ഹണ്ടിങ്ങിനൊക്കെ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്നുണ്ട്. ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ് കിടക്കുക, ആരുടെയും പ്രോപ്പർട്ടി അല്ല, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി എല്ലാം ക്വീൻസ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ക്വീനിന്റെ പ്രോപ്പർട്ടി ആരുടെയും പ്രോപ്പർട്ടി അല്ലെന്നല്ല. നമ്മുടെ നാട്ടിലെ ഇത് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണല്ലോ. അതുപോലെ ദാറ്റ്സ് ദ ലാൻഡ് ഓഫ് ദ ക്വീൻ. എങ്ങനെയാ പറയുന്നത്? ക്യൂൻസ്ലാൻഡ് ഇത്ര ഏക്കറേജ്, അതായത് 100 ഏക്കറിലൊക്കെ കൂടുതൽ, 1000 ഏക്കറൊക്കെ വെറും ലാൻഡുകൾ. ഓഫ് കോഴ്സ് ഫോറസ്റ്റ് ഏരിയ എല്ലാം ക്വീൻസ്ലാൻഡ് അല്ലേ? അതൊന്നും എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. ചിലപ്പോൾ ഗവൺമെന്റ് നാഷണൽ ഇതിന്റെ ആണോ, പാർക്കിന്റെ അടിയിലാണോ. പക്ഷെ കുറെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഏരിയകള് ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ഹണ്ടിങ്ങിനൊക്കെ പോകാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ. ഇവിടെ വരമ്പ് വരെ വൃത്തിയാക്കി ഇടുന്നുണ്ടോ ബോച്ച? കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇത്. വൃത്തിയാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കണ്ടോ? In 600 meters, turn right onto Southgate Glenelg. ശരിക്കും ഇപ്പൊ നമ്മൾ വേണ്ട ടാറിട്ട റോഡിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഗ്രാവൽ റോഡിലേക്ക് ഇറങ്ങി കേട്ടോ. കാരണം നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും നമ്മള് ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ കുറെ റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രൈവിനൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കൊന്നും ഇല്ലാത്ത നല്ല രസമായിട്ടുള്ള റോഡുകളാണ്. ഇതിപ്പോ രണ്ട് സൈഡും കൃഷിയും അതോടൊപ്പം തന്നെ ഈ ഒത്തിരി സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കുതിരകളെയൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെയാണ് ഈ ഒരു ഏരിയയിലൊക്കെ താമസിക്കുന്നത്. നമ്മുടെ പിങ്കിമോന്റെ സ്കൂള് വേണ്ട ഈ ഒരു ഏരിയയിലായിരുന്നേ. നമ്മളിപ്പോ ഈ പോകുന്ന റോഡ് സമ്മറില് രസമായിട്ടുണ്ട്, പക്ഷെ വിന്ററില് ഇവരെങ്ങനെയായിരിക്കും മഞ്ഞൊക്കെ മാറ്റി ഇവിടെ ജീവിക്കുന്നതല്ലേ? ആലോചിച്ചു. സത്യമായിട്ടും മഞ്ഞിന്റെ കൂടെ ഗ്രാവലും കൂടെ വാരിക്കൊണ്ട് പോവായിരിക്കും. അത് എന്തോ എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഗ്രാവൽ എത്ര മാറ്റിയാലേ, എത്ര മഞ്ഞ് മാറ്റി എന്ന് പറഞ്ഞാലും ആ ഒരു പാളി അങ്ങനെ കിടക്കുമല്ലോ. എനിക്കറിയില്ല ഇവിടെയൊക്കെ എങ്ങനെയാ ജീവിക്കണത്. എല്ലാ സ്കേറ്റിംഗ് മെഷീനിലൊക്കെ ആയിരിക്കും. ആ 4 വീലേഴ്സ് ഒക്കെ ഇവിടെ ആയിരിക്കും. മറ്റേ ഇങ്ങനെ ഉണ്ടല്ലോ, പക്ഷെ എന്നും പറഞ്ഞ സ്നോ മൊബൈല് അതിലൊക്കെ ഇവർക്ക് ജോലിക്കൊക്കെ ഇവിടുന്ന് ഇവര് കൃഷി തന്നെ ആയിരിക്കും ജോലി, അല്ലാതെ വേറെ പുറത്തൊന്നും ജോലിയൊന്നും ചെയ്യുന്നുണ്ടായിരിക്കല്ലേ? ആർക്കറിയാം, ഇതൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാണെ വലിയ മാസീവ് വീടുകളും സെയിലുകളും ഒക്കെ ഉണ്ട് കണ്ടോ. എന്നതാടി ഒരു പള്ളിയാന്ന് തോന്നല്ലോ. വൈറ്റ് ചർച്ച്.
എടാ അങ്ങനെ നമ്മൾ ഗോഡ്രിച്ചിലെത്തി കേട്ടോ. ഗോഡ്രിച്ചിലെത്തിയപ്പോഴത്തേക്ക് എന്താണ്ട് ഇവിടെ ഒരു വലിയ കപ്പലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനാണ് ആ ഒരു സാധനം കപ്പലിൽ നിന്ന് ഇറക്കം കയറ്റുമൊക്കെ ചെയ്യുന്ന സാധനം തോന്നല്ലേ. ആ രണ്ട് വലിയ കൺവെയർ പോലത്തെ സാധനവും ഏതാണ്ടൊക്കെ കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ സോൾട്ടിന്റെ സൈലോ അവിടെയാണ്. അവിടുന്ന് സാധനം ഇങ്ങനെ ഇതിനകത്തോട്ട് കപ്പലിനകത്ത് ലോഡ് ചെയ്യുമായിരിക്കും. കണ്ടോ അതുവഴി. കപ്പൽ കിടന്നത് വേറൊന്നുമല്ല, അതെ ഇത് പോർട്ട് ഓഫ് ഗോഡ്രിച്ച് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ഹാർബർ ആണ് കേട്ടോ. ഇതുണ്ടോടി, ഇത് കൊമേഴ്സ്യൽ ഹാർബറാ ഇത്. പോർട്ട് ഓഫ് ഗോഡ്രിച്ച് എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ അല്ല, അപ്പൊ ഇത് കൊമേഴ്സ്യൽ ഷിപ്പ് തന്നെ. അപ്പം എന്താണ്ട് സംഭവം ഇത് ചെറുതായിട്ട് തോന്നിയാലും ഒരു ഷിപ്പ് വരാനുള്ള ആഴവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടല്ലേ. അതിന്റെ താഴ്ച കണ്ടോ, ഷിപ്പിന്റെ ഇത് കണ്ടോ, വെള്ളത്തിന്റെ മുകളിൽ കാണുന്ന ഇത്രയും ഭാഗമേ ഉള്ളൂ. അത്രയും താഴ്ച കുറവായതുകൊണ്ട് അത്രയും പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ. മനസ്സിലായോ? ആ വെള്ളത്തിന്റെ ഈ വര കണ്ടോ, ആ ലാസ്റ്റ് വര, ആ ആങ്കറിന്റെ ഒക്കെ മുകളിൽ, അതിന്റെ മുകളിൽ ആ വെള്ളം നിൽക്കുന്നത് ശരിക്കും കടലിലിറങ്ങുമ്പോ. ഇത് കണ്ടോ, അതിന്റെ അങ്ങ് ഇതുവരെ കിട്ടിയേക്കുക ആയിരിക്കും അല്ലേ. പിന്നെ ആ സോൾട്ട് മൈൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാ ബിൽഡിങ്. ഓ ഇതോ, ഓക്കേ. ഇത്രയുമേ മോളിൽ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതിന്റെ താഴത്തേക്കാ? ഇതിന്റെ താഴത്തേക്കാന്നാണ് എന്റെ അറിവ്. അത്ര വലിയ അറിവൊന്നും അല്ല. അപ്പൊ ഇത് ടെട്ട വെച്ച് നശിപ്പിക്കരുത്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2-3 ബീച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം കണക്റ്റഡ് തന്നെയാണ് കേട്ടോ. ഒരു ഏരിയ ഒരു ബീച്ച്, അടുത്ത ഏരിയ അടുത്ത ബീച്ച് എന്നുള്ള രീതിയിൽ. ശരി, ആഞ്ഞങ്ങ് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ ബീച്ചിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമുള്ളൂ. വാഷ്റൂമിൻ്റെ ഒക്കെ കോംപ്ലക്സുകളും അതുപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള കിഡ്സിൻ്റെ പ്ലേ ഏരിയയും എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ടേ. നമ്മുടെ നീനൂസ് ആണെങ്കിൽ ഇതാണ് മൈനുണ്ടെന്നൊക്കെ ഒത്തിരി കഥയാണെങ്കിൽ പറഞ്ഞും പോയി. അപ്പോൾ നമ്മളെ കറക്റ്റ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേര് നോക്കാൻ പോയേക്കുക കേട്ടോ. എന്തായാലും അതിൻ്റെ നെയിം ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടം വരെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദൂരം നടക്കണം. നമുക്കാണിപ്പോൾ ഇച്ചിരി ഗ്രോസറി ഷോപ്പിങ്ങും പരിപാടിയെല്ലാം ഉണ്ട്. നാളെ രാവിലെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പുറകെ കാണുന്നത് തന്നെയാണ് മൈന്. ഗോഡ്രിച്ച് മൈൻ എന്നാണ് പേര്. സോൾട്ട് മൈൻ. അത് നമ്മൾ എടുത്തു. കണ്ടോ, സൈലോ സോൾട്ട്, ഗോഡ്രിച്ച് മൈൻ. അവിടെ ഒരു അടിപൊളി കാണുന്ന കണ്ടോ, അതൊരു അടിപൊളി ലൈറ്റ് ഹൗസും പരിപാടികളും ഒക്കെയാണ്. ബീച്ച്. ഇവിടെ പിങ്കി മോനും മമ്മി അവിടെ എവിടെയോ ഉണ്ട്. നമ്മൾ വേണ്ട ഇച്ചിരി ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. എന്തായാലും സൺസെറ്റിന്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്താൻ മാനേജ് ചെയ്തു കേട്ടോ. സൺസെറ്റ് ആവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത്ര ലക്കി അല്ല. നല്ല ക്ലൗഡി ഡേ ആണ് ഇന്ന്. സോ സൺസെറ്റ് ഒക്കെ കഷ്ടമാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബീച്ചുകളിൽ കേട്ടോ. എന്താ ഇത് മറ്റൊരു പാർക്കാണ് കേട്ടോ, റോട്ടറി കോവ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ ഒരു ഏരിയയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽഡ് ചെയ്തേക്കണ ഒരു ബീച്ചാണ്, പാർക്കല്ല ബീച്ച്. റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ മറ്റേ നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. കുറച്ചുകൂടെ മോഡേൺ അമ്യൂണിറ്റീസും പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ ചില പാർക്കുകളിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ തന്നെ പല എക്സർസൈസിൻ്റെ എക്വിപ്മെൻറ്റുകളൊക്കെ വെച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളെല്ലാം ഇവിടെ ഉണ്ട്. വൈകുന്നേരം ആയെങ്കിലും ബീച്ചിൽ നിന്നൊന്നും ഇതുവരെ ആൾക്കാരങ്ങ് ഫുള്ളായിട്ട് കയറി പോയിട്ടൊന്നുമില്ല. വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷേ ആ ഒരു ചൂടൊക്കെ അങ്ങ് പോയി കേട്ടോ. ചെറുതായിട്ട് തണുപ്പൊക്കെ പയ്യെ തുടങ്ങി. അതാണ് നമ്മൾ നേരത്തെ കയറി പോകുന്നത് അല്ലേടാ. എന്തായാലും സൺസെറ്റിന് സമയമാകുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് തിരിച്ചെത്തി. നമ്മുടെ പിങ്കിമോനും മമ്മിയെല്ലാം ആ ഒരു ടെൻറ്റിൻ്റെ അവിടെ ഉള്ളത് കേട്ടോ.
എങ്കോ കേറി പോവാൻ പ്ലാനില്ലേ? എന്നാ വാ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്ന് വന്ന് പറഞ്ഞു. Great. But there's still some water in my ear. ഈ കാണുന്ന പറവയ്ക്കാണ് സീകൾ എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പോയംസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സീഗൾസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? ഈ സാധനമാണ് സീഗൾസ്. ഓ, കിടുക്കം വിഷ്വൽസ് ആട്ടോ. അതേണ്ട ഒരു ലോഡ് സീഗൾസ് സൺസെറ്റിന്റെ അങ്ങോട്ട് പറക്കുന്നു. പാർക്കിംഗ് ഒക്കെ എന്തായാലും നല്ല വിശാലമായ പാർക്കിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ. വേണ്ട, എന്തായാലും വൈകുന്നേരം 5 മണി വരെയാണ് പാർക്കിംഗ് എൻഫോഴ്സ് ചെയ്തേക്കുന്നത്. നമ്മൾ 5 മണി കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് പേ ചെയ്യേണ്ട വന്നില്ല. ഈവൻ പാർക്കിങ്ങിനുള്ള സ്പേസ് ആണെങ്കിൽ 2 സൈഡിലും റോഡ് സൈഡിലായിട്ട് അങ്ങ് കിടക്കുക. അതുകൊണ്ട് പാർക്കിംഗ് കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊന്നും പേടിക്കണ്ട. എവിടെയെങ്കിലുമൊക്കെ പാർക്കിംഗ് ഉണ്ടാവും കേട്ടോ. വേണ്ട, ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് ഒരു ട്രെയിലുണ്ട്. ശരിക്കും കാറും കൊണ്ടും പോകാം. ഈ ഒരു ട്രെയിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയേക്കുന്നത്. On a trail and sand and there's some rocks. Make sure to keep your ആ ട്രെയില് ഒരു പരിധി വരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആ മൈൻ്റെയും ബീച്ചിൻ്റെയൊക്കെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. കുറച്ചുകൂടെ കയറി നോക്കാം. വാവ്, എന്തായാലും ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്, ഗൂഡ്രിച്ച് ലൈറ്റ് ഹൗസ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഗൂഡ്രിച്ച് ലൈറ്റ് ഹൗസ് പാർക്ക് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ പാർക്കും പരിപാടികളും ഉണ്ട്. സെയിൻറ്റ് ക്രിസ്റ്റഫേഴ്സ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ് നമ്മുടെ താഴെ ഉണ്ടായിരുന്ന ബീച്ച്. പറഞ്ഞ പോലെ ഈ ബീച്ച് പല രീതിയിൽ ചെറിയ അതിർത്തികൾ വെച്ച് കട്ട് ചെയ്തുണ്ടല്ലോ. ഇത് 2-3 പേരുകൾ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒറ്റ ബീച്ച് തന്നെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള വ്യൂ. ഒരു ചെറിയ കുന്നുംപുറത്താണ് നമ്മുടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളും എല്ലാവേ. വേണ്ടേ, പോർട്ട് ഓഫ് ഗൂഡ്രിച്ചിൻ്റെ ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് ഈ ലൈറ്റ് ഹൗസ്. ഇപ്പോൾ നമ്മൾ വന്ന ബീച്ചിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും മൊത്തത്തിലുള്ള ഏരിയൽ വ്യൂ ആണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടോ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ എല്ലാം കൂടെ ഒരൊറ്റ ബീച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് കാറേ വരുമ്പോഴത്തേക്കും നിസാര ഏരിയ ഉള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ ഒരു 3 ബീച്ചായിട്ട് പേരിട്ടേക്കുക.